ഇന്ന് ഞാൻ നിങ്ങളോട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഉപ്പൂറ്റി വേദന, അതായത് പ്ലാന്റാർ ഫേഷ്യേറ്റിസ്. ധാരാളം സ്ത്രീകളിലും അതുപോലെ തന്നെ ലോങ് സ്റ്റാൻഡിങ് നിന്ന് ജോലി ചെയ്യുന്ന ആളുകളിലാണ് കൂടുതലായിട്ട് കാണുന്നത്. പ്രധാനമായിട്ടും ഇതിന്റെ ലക്ഷണങ്ങൾ രാവിലെ എണീച്ച് ആദ്യത്തെ സ്റ്റെപ്പ് വെക്കുന്ന സമയത്ത് തന്നെ അസഹ്യമായ വേദന, അത് ക്രമേണ ഇത് കുറഞ്ഞു വരും. നടന്നു കഴിയുമ്പോൾ വീണ്ടും നമ്മൾ റെസ്റ്റ് എടുത്ത് നടക്കുന്ന സമയത്തുള്ള വേദന. എന്താണ് ഇതിന്റെ കാരണം? അതായത് നമ്മുടെ കുതിനരമ്പ്, കാലിലുള്ള കുതിനരമ്പിനുള്ള നീർക്കെട്ട് വരുന്നതാണ്. നമ്മൾ കൂടുതൽ വെയിറ്റ് കൂടുന്നതനുസരിച്ച് നമ്മുടെ ശരീരത്തിന്റെ ഗ്രൗണ്ട് റിയാക്ഷൻ ഫോഴ്സ് കൂടുമ്പോഴാണ് ഇത് വരുന്നത്. നമുക്കിത് എങ്ങനെ മനസ്സിലാക്കാം? നമുക്ക് സാധാരണയായിട്ട് ഏറ്റവും കൂടുതൽ നമുക്ക് പെയിൻ വരുന്ന സ്ഥലം ഈ ഏരിയയിലാണ് കൂടുതൽ വേദന വരിക. നമുക്കിതിൽ ചെയ്യാൻ പറ്റുന്നത് ആദ്യമായിട്ട് തന്നെ സ്ട്രെച്ചിങ് എക്സസൈസ്. നമ്മുടെ ഈ കാല് രാവിലെ എണീച്ച ഉടനെ തന്നെ, ബെഡിൽ നിന്ന് എണീച്ച ഉടനെ തന്നെ നല്ലോണം സ്ട്രെച്ച് ചെയ്യുക, ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് സ്ട്രെച്ച് ചെയ്ത് പിടിക്കാവുന്നതാണ്. വേദനാ സംഹാരികൾ ഉപയോഗിക്കുക, സ്റ്റീറോയിഡ് ഉപയോഗിക്കുക. എന്നിട്ടും കുറയുന്നില്ലെങ്കിൽ ഫിസിയോതെറാപ്പി നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഈ ഭാഗത്തേക്ക് ഫിസിയോതെറാപ്പി നമുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ വേദന കുറക്കാൻ പറ്റും. അതോടൊപ്പം തന്നെ എന്നിട്ടും കുറവ് ഇല്ലെങ്കിൽ ഈ പേഷ്യന്റ് വെച്ചതുപോലെ ഇതിലേക്ക് സ്റ്റീറോയിഡ് ഇഞ്ചക്ഷൻ നമുക്ക് വെക്കാൻ പറ്റും. വളരെ റയറായിട്ട് പ്ലാന്റർ ഫേഷ്യ റിലീസ് ചെയ്ത് കൊടുക്കുന്ന സർജറി ഉണ്ട്. ഇത്തരത്തിലുള്ള ട്രീറ്റ്മെന്റോടുകൂടി തന്നെ ഈ അസുഖം പൂർണ്ണമായും ഭേദപ്പെടുത്താവുന്നതാണ്. പൊതുവെ ഈ അസുഖം തൈറോയ്ഡ് അസുഖമുള്ള ആളുകൾക്കും അതുപോലെ തന്നെ കൊളസ്ട്രോള്, ഷുഗർ ഉള്ള ആളുകൾക്ക് ധാരാളമായിട്ട് ഈ അസുഖം കാണുന്നുണ്ട്. നമ്മുടെ അസുഖം കൺട്രോൾ ചെയ്യുക, നമ്മുടെ വെയിറ്റ് റിഡക്ഷനും കൂടി ശ്രദ്ധിക്കുക. പിന്നെ അതോടൊപ്പം തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് മൈക്രോ സെല്ലുലാർ MCR ചപ്പൽ ഉപയോഗിക്കുക. കുറച്ച് ഹീൽ റേസ് ഉള്ള MCR ചപ്പൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒരു വരെ നമ്മൾ ഷോപ്പുകൾ മേടിക്കുന്ന സാധാ MCR ബ്രാൻഡല്ല ഉദ്ദേശിച്ചത്, മൈക്രോ സെല്ലുലാർ ചപ്പലുണ്ട്. അത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് കൊണ്ടുവരാൻ പറ്റും.